Hello all. Today we are going to learn about integrated system of retailing. What do you mean by integrated system of retailing? It refers to the system that combines all parts of retail business, stores, marketing, customer data and inventory, etc. into one digital system. അതായത് ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിജിറ്റലൈസ് ചെയ്തിട്ട് ഒരൊറ്റ സിസ്റ്റമാക്കി യൂസ് ചെയ്യുന്നതിനെയാണ് ഒരു ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ സബ്സിസ്റ്റൻസ് ഓഫ് ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റീറ്റെയിലിംഗ് ഒക്കെ പഠിച്ചതാണ്. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റീറ്റെയിലിംഗ്. ദ ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു എലിമിനേറ്റ് എറേഴ്സ് ആൻഡ് വേസ്റ്റേജ്. സോ ഒരു ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പ്രോഡക്റ്റ് പ്രൈസ് ചെയ്യാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ റൈറ്റ് ലെവൽ ഓഫ് ഇൻവെൻട്രി കീപ്പ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു ഓർഡർ ദ റൈറ്റ് ഇൻവെൻട്രി ഫോർ ഈച്ച് ലൊക്കേഷൻ. പ്രോപ്പറായിട്ട് കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. സോ ഇറ്റ് ഹെൽപ്സ് ടു എലിമിനേറ്റ് എറേഴ്സ് ആൻഡ് വേസ്റ്റ്. ആൻഡ് സെക്കൻഡ് വൺ, വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ്. അതായത് പുതിയ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുന്നതിനും ന്യൂ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് പുതിയ റോൾസ് കൊടുക്കുമ്പോൾ അവരെ ട്രെയിൻ ചെയ്യാനും ഈ ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം വഴി വളരെ ഈസിയർ ആണെന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് സേവ്സ് ടൈം ആൻഡ് കോസ്റ്റ്. ഇറ്റ് ഓൾസോ എൻഹാൻസ് കസ്റ്റമർ എക്സ്പീരിയൻസ്. അതായത് കൂടുതലായിട്ട് ഇതൊരു ഡിജിറ്റലൈസ് ചെയ്ത സിസ്റ്റം ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഈസിയർ ഫോർ ദ കസ്റ്റമർ to choose the product, as well as it is very easier to gather and analyze the customer data. Then optimized inventory management. അതായത് പ്രോപ്പർ ലെവൽ ഓഫ് ഇൻവെൻട്രി കീപ്പ് ചെയ്യാനായിട്ട് നമ്മളെ ഈ ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നു. നമുക്ക് ഇറ്റ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ദ സ്റ്റോക്ക് ഔട്ട്സ്, റെഡ്യൂസസ് ദ ഓവർ സ്റ്റോക്ക് സിറ്റുവേഷൻസ് ആൻഡ് ഓൾസോ ഹെൽപ്സ് ടു മിനിമൈസ് ദ ക്യാരിയിങ് കോസ്റ്റ് ആൻഡ് ബെറ്റർ എഫിഷ്യൻസി. എല്ലാം ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് വി ക്യാൻ എൻഷുർ ദ എഫിഷ്യൻസി. Then it helps to improve the customer service. So the retailers can provide better service to the customers. കാരണം the retailers can access the customer information quickly. So they can easily understand the preferences of the customers. Thereby the retailers can provide good customer service. Then faster decision making. എല്ലാം റിയൽ ടൈം ഡാറ്റ യൂസ് ചെയ്തുകൊണ്ടും എല്ലാം ഓട്ടോമേറ്റ് ചെയ്തതുകൊണ്ടും തന്നെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഫാസ്റ്ററായി ചെയ്യാൻ പറ്റുന്നു. Then there will be better communication between departments. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും തമ്മിൽ ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റീറ്റെയിലിംഗ്. ദെൻ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് സ്റ്റെപ്സ് ഇൻ ഇൻട്രൊഡ്യൂസിംഗ് ദ ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റീറ്റെയിലിംഗ്. ദർ ആർ 8 steps in introducing in the integrated system of retailing. അപ്പോൾ ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റീറ്റെയിലിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് 8 സ്റ്റെപ്പാണ് ഉള്ളത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ നീഡ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം കൊണ്ടുവരുന്നതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം. സെക്കൻഡ് വൺ, ചൂസ് ദ റൈറ്റ് ടൂൾസ്. സോ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ഈ പെർട്ടിക്കുലർ നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന റൈറ്റ് സോഫ്റ്റ്വെയർ എന്താണ്, അല്ലെങ്കിൽ ദ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോംസ്, ദ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്സ്, വാട്ട് എവർ ഇറ്റ് മേ ബി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ്, connect the systems. So the third step എന്ന് പറയുന്നത് we have to set up the system to communicate with each other. Then fourth one, data synchronization. എല്ലാ ഡാറ്റയും നമ്മൾ ഏതാണോ ഓട്ടോമേറ്റ് ചെയ്യപ്പെടുന്നത് ആ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കുമല്ലോ, അതിലെ എല്ലാ ഡാറ്റയും നമ്മൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് ടെസ്റ്റിംഗ്, എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. Training, proper training should be given to the staff, to the existing staff as well as the new employees. And go live. Then നമ്മളെല്ലാം സെറ്റപ്പ് ചെയ്തു ടെസ്റ്റ് ചെയ്തതിന് ശേഷം we have to launch the integrated system. Then finally എന്ത് ചെയ്യണം, companies should monitor how things are working, solve any problems. അത് കഴിഞ്ഞ് അതിനനുസരിച്ച് ആ ഫീഡ്ബാക്ക് അതിനനുസരിച്ച് അത് ഇമ്പ്രൂവ് ചെയ്യാനും ട്രൈ ചെയ്യണമെന്നാണ് പറയുന്നത്. സോ ദീസ് ആർ ദ 8 സ്റ്റെപ്സ് ഇൻ ഇൻട്രൊഡ്യൂസിങ് ദ ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റീറ്റെയിലിംഗ്. ദ നെക്സ്റ്റ് ഈസ് ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം ചലഞ്ചസ്. ഇത്
നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതൊരു ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം കൊണ്ടുവരുമ്പോൾ സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ, ഹൈ ഇനീഷ്യൽ കോസ്റ്റ്. അതായത് ഒരു ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം സെറ്റപ്പ് ചെയ്യുന്നതിന് അത് വളരെ എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നു. സെക്കൻഡ് വൺ, കോമ്പാക്റ്റബിലിറ്റി ഇഷ്യൂസ്. ചില സമയത്ത് ഓരോ ഇൻവെൻട്രി മാനേജ്മെൻറ്റും അതുപോലെയുള്ള മറ്റൊരു സിസ്റ്റം, നമുക്കറിയാം ഓരോ ഫങ്ഷൻസ് ഓഫ് ബിസിനസ്സിനെ നമ്മൾ ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റമാക്കി മാറ്റിയിരിക്കുകയാണ്, ഓട്ടോമേറ്റ് ചെയ്യുന്നതാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് രണ്ട് ഫങ്ഷൻസ് തമ്മിൽ ചിലപ്പോൾ ഒരു കോമ്പാക്റ്റബിലിറ്റി ഉണ്ടാവില്ല, അതായത് ഒരുപോലെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഇറ്റ് മേ ലീഡ് ടു എറേഴ്സ് ഓർ എക്സ്ട്രാ വർക്ക് ഫോർ മേക്കിംഗ് എവറിത്തിങ് ഫിറ്റ് ടുഗെദർ. ദെൻ എംപ്ലോയി ട്രെയിനിങ്. എംപ്ലോയീസിനെ അത്രയും ഈസിയറായിട്ട് ചിലപ്പോൾ ട്രെയിൻ ചെയ്യാൻ സാധിക്കണമെന്നില്ല. ഇറ്റ് മേ ടേക്ക് ടൈം. ഡാറ്റ സെക്യൂരിറ്റി കൺസേൺ. അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസേൺ ആണ് ഡാറ്റ സെക്യൂരിറ്റി. അതായത് നമുക്കറിയാം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് കസ്റ്റമർ ഡാറ്റ, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നൊക്കെ പറയുന്നത് വളരെയധികം സെൻസിറ്റീവ് ഡാറ്റയാണ്. സോ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സൈബർ അറ്റാക്സിന് ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ആ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി റീറ്റെയിലേഴ്സിന് ഒരു സ്ട്രോങ് സെക്യൂരിറ്റി സിസ്റ്റം എൻഷുർ ചെയ്യാൻ വേണ്ടി ദേ ഹാവ് ടു ഇൻവെസ്റ്റ് more to protect the customer data and avoid the security frauds. And the fifth disadvantage അല്ലെങ്കിൽ ചലഞ്ച് എന്ന് പറയുന്നതാണ് സിസ്റ്റം ഡൗൺ ടൈം ഓർ ഫെയിലിയർ. സംടൈംസ് ഒരു ക്രാഷ് ഡൗണോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യാം. അപ്പോൾ ഒരു ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം ആകുമ്പോൾ അതിൻ്റെ ഒരു ഡൗൺ ടൈം അല്ലെങ്കിൽ ഒരു ക്രാഷ് വന്നാൽ ആ എൻ്റയർ സിസ്റ്റത്തിനെയും ആ സ്റ്റോർ ഓപ്പറേഷനെയും വളരെയധികം ബാധിക്കും. ദെൻ ഓൺഗോയിങ് മെയിൻ്റനൻസ് ആൻഡ് അപ്ഡേറ്റ്സ്. ഈ ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റത്തിന് റെഗുലർ മെയിൻ്റനൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് അപ്ഡേഷൻ നടത്തിയില്ലെങ്കിൽ ആ സിസ്റ്റംസ് പ്രോപ്പറായി വർക്ക് ചെയ്യില്ല. ബട്ട് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് ആൻഡ് കോസ്റ്റ്ലി. ദെൻ ചേഞ്ച് മാനേജ്മെൻറ്റ്. ബിസിനസ്സിന് ആ ഒരു അഡാപ്റ്റബിലിറ്റി ഉണ്ടായിരിക്കണം. അതായത് ബിസിനസ്സിന് ആ ഒരു ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം അനുസരിച്ച് പുതിയ ചേഞ്ചസ് ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. Then managing the large volume of data. We know that the business will have a large volume of data. So integrated system should generate a lot of data. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഹാൻഡ്ലിങ്ങും അനാലിസിസും ഒക്കെ ഡിഫിക്കൽട്ടായിരിക്കും എന്നാണ് പറയുന്നത്. സോ ദീസ് ആർ ദ മേജർ ചലഞ്ചസ് ഓഫ് ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം. നമ്മളൊരു ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഫേസ് ചെയ്യുന്ന മേജർ ചലഞ്ചസ് ആണ് ഈ പറയുന്നത്. Then next we are going to learn about a new topic, that is networking. Networking in retailing. So what do you mean by networking? Networking means it refers to building and maintaining connections with other people or businesses to help grow and improve a retail business. അതായത് റീറ്റെയിൽ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാനും ഗ്രോ ചെയ്യുന്നതിനും വേണ്ടി കണക്ഷൻസായി ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ്, മറ്റ് ആളുകളായിട്ട് ഇൻഡിവിജ്വൽസായിട്ടോ ബിസിനസ്സായിട്ടോ കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നതിനെയാണ് നെറ്റ്വർക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് റെഫേഴ്സ് ടു ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് കണക്ഷൻസ് വിത്ത് അതർ പീപ്പിൾ ഓർ ബിസിനസ്സസ് ടു ഹെൽപ്പ് ഗ്രോ ആൻഡ് ഇംപ്രൂവ് എ റീറ്റെയിൽ ബിസിനസ്. ദെൻ വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് നെറ്റ്വർക്കിംഗ് ഇൻ റീറ്റെയിലിംഗ്? എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ആണുള്ളത്? അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ദ ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, ജനറേറ്റ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. കൂടുതൽ കസ്റ്റമേഴ്സിന് ന്യൂ സെയിൽസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. സോ കസ്റ്റമേഴ്സിനെ ജനറേറ്റ് ചെയ്യാൻ ഈസിയാണ്. അമേസിങ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. ലേൺ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്. പുതിയ ബിസിനസ് കോണ്ടാക്റ്റ് വഴി ആ ഒരു ഇൻഡസ്ട്രിയിലെ കോമൺ സ്ട്രാറ്റജീസും ബെസ്റ്റ് പ്രാക്ടീസസൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. It also helps to identify the key trends in an industry. It increases the brand awareness. അതുപോലെ the next point, brand after the it also helps in increasing brand awareness. Then it helps to understand ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അതായത് മൾട്ടിപ്പിൾ ഇൻഡിവിജ്വൽസായിട്ട് ഒരു കണക്ടിവിറ്റി ഉണ്ടായിരിക്കുമ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു ലേൺ അൺഎക്സ്പെക്റ്റഡ് സ്ട്രാറ്റജീസ് ഫോർ ഇംപ്രൂവിങ് ദ ബിസിനസ് പ്രോസസ്. ദെൻ റിസീവ് മെൻറ്റർഷിപ്പ്. അതായത്
the industry leaders may have large-scale contact list and multiple years of experience to share. So അതായത് ഇൻഡസ്ട്രി ലീഡേഴ്സിന് ഒരു വളരെ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, അവർക്കൊരു എന്താ പറയുക ലാർജ് സ്കെയിൽ കോൺടാക്ട് ലിസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽസായിട്ട് നമ്മൾ ബോണ്ടിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരായിട്ട് നമ്മളൊരു ഒരു കണക്ഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരിൽ നിന്ന് ഒരു എക്സ്പെർട്ട് അഡ്വൈസ് ഒക്കെ ലഭിക്കും. സോ വി ക്യാൻ ഈസിലി ഗ്രോ അവർ ബിസിനസ്. ദെൻ ഡെവലപ്പ് യുവർ കോൺഫിഡൻസ്. സോ നമുക്ക് ഇങ്ങനെ ഒരു സജഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് it is easier to develop the confidence. So these are the importance of networking in retailing. Then അടുത്തത് പഠിക്കുന്നത് the latest technologies supporting the integrated system and networking. മേജറായി വരുന്ന latest technologies ആണ്. The first one, cloud computing. Cloud computing means what? It stores data and software on the internet. അതായത് ഒരു ഫിസിക്കൽ സ്പേസിലല്ലാതെ ഇൻ്റർനെറ്റിൽ തന്നെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയനെയാണ് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ മേജർ അഡ്വാൻറ്റേജ് നമുക്ക് എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഡാറ്റ ഈസിലി റിട്രീവ് ചെയ്യാൻ പറ്റും. ഇറ്റ് അലോസ് ദ റീറ്റെയിൽ ബിസിനസ്സസ് ടു ആക്സസ് ദെയർ ഇൻഫോർമേഷൻ എനിവേർ എനി ടൈം വിത്തൗട്ട് നീഡിങ് എക്സ്പെൻസീവ് സെർവേഴ്സിന് സഹായമില്ലാതെ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. And the second one, IoT, Internet of Things എന്ന് പറയും. IoT is the connection of everyday objects to the internet. അതായത് ഇൻ്റർനെറ്റിലായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് IoT എന്ന് വിളിക്കുന്നത്. സോ IoT ഡിവൈസസ് ഉണ്ടെങ്കിൽ റീറ്റെയിൽ മാർക്കറ്റിൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? നമുക്ക് പ്രോഡക്റ്റ് അവൈലബിലിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കാം, സ്റ്റോർ ടെമ്പറേച്ചർ, ഈവൻ കസ്റ്റമർ ട്രാഫിക് എത്ര, അതായത് ആ ഒരു ഷോപ്പിൽ എത്രത്തോളം തിരക്കുണ്ട് എന്നൊക്കെ നമുക്ക് ഈ IoT ഡിവൈസസ് യൂസ് ചെയ്ത് ഈസിലി ട്രാക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. Then enterprise resource planning, ERP software. So this software helps the business to manage all their core functions like inventory, sales, finance, customer relationships in one system. അതായത് ERP സോഫ്റ്റ്വെയറിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻറ്റിഗ്രേറ്റ്സ് ദ ഡിഫറെൻറ്റ് ബിസിനസ് ഫംഗ്ഷൻ ഇൻ ടു വൺ പ്ലാറ്റ്ഫോം. എല്ലാ ഫംഗ്ഷൻസിനും ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ERPയുടെ ഒരു ബെനിഫിറ്റ്. ദെൻ അടുത്തതാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ML, ദാറ്റ് ഈസ് മെഷീൻ ലേണിംഗ്. ആൻഡ് ഇത് രണ്ടും ലേറ്റസ്റ്റ് ടെക്നോളജീസാണ്. നമുക്ക് ഹ്യൂമൻ ഹെൽപ്പ് ഇല്ലാതെ തന്നെ ഡിസിഷൻസ് എടുക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ടെക്നോളജീസാണ്. സോ ഈ AI യൂസ് ചെയ്ത് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് പ്രിഫർ ചെയ്യാം, മീൻസ് നീഡ്സ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈസി ആയിട്ട് കസ്റ്റമേഴ്സായിട്ട് ചാറ്റ് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ഈ രണ്ട് ടെക്നോളജിയുടെ AI അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് എന്ന ടെക്നോളജി വഴി വന്നതാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ടെക്നോളജിക്ക് യൂസ് ചെയ്ത് റീറ്റെയിലേഴ്സിന് ഈസി ആയിട്ട് കസ്റ്റമറിൻ്റെ ഡിമാൻഡ്, ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എത്രയുണ്ടെന്ന് ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കും. then അടുത്തതാണ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, AR എന്ന് പറയും. ARൻ്റെ ഒരു പ്രത്യേകത ഒരു 3D ഇഫക്റ്റ്. നമുക്ക് ഒരു പ്രോഡക്റ്റ് കാണുമ്പോൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ വെയർ ചെയ്യാതെ തന്നെ മൊബൈൽ ആപ്പിലൂടെ നമുക്ക് ക്ലോത്ത്സ് ട്രൈ ഓൺ ചെയ്യാൻ പറ്റുന്നു. അല്ലെങ്കിൽ ആ ഒരു റിയൽ വേൾഡിനെ നമുക്കൊരു സ്മാർട്ട് വാച്ച് ഫോൺസോ ഗ്ലാസസ് യൂസ് ചെയ്തുകൊണ്ട് അതിന് 3D ഇഫക്റ്റിൽ നമുക്കതിനെ ഒരു റിയൽ വേൾഡ് ഇഫക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കാണാൻ സാധിക്കുന്നത് ഈ AR ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ്. സോ അവർക്ക് എപ്പോഴും ഈ റീറ്റെയിൽ ബിസിനസ്സിലെ കസ്റ്റമേഴ്സ് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്രോഡക്റ്റിനെ വെർച്വലി ട്രൈ ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ARൻ്റെ ഒരു പ്രത്യേകത. ദെൻ 5G കണക്ടിവിറ്റി, ഇതെന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ഹൈ സ്പീഡ് ആൻഡ് മോർ റിലയബിൾ കണക്ഷൻസ് ദാൻ ദ കറൻറ്റ് നെറ്റ്വർക്ക്സ്. അതായത് ഇത് 5G എന്ന് പറയുന്നത് നെക്സ്റ്റ് ജനറേഷൻ ഓഫ് മൊബൈൽ ഇൻ്റർനെറ്റ് ആണ്. ഹൈ സ്പീഡ് അതുപോലെ തന്നെ മോസ്റ്റ് റിലയബിൾ കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഇറ്റ് അലോസ് ഫോർ ക്വിക്കർ ഡാറ്റ ട്രാൻസ്ഫർ, റിയൽ ടൈം ഇൻവെൻറ്ററി അപ്ഡേറ്റ്സ് ആൻഡ് ബെറ്റർ മൊബൈൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസസ്. സോ ഡാറ്റ ട്രാൻസ്ഫർ എല്ലാം ഈസിയറാണ്. വളരെയധികം ഇൻവെൻറ്ററി ക്വിക്ക് ആസ് വെൽ ആസ് റിയൽ ടൈം ഇൻവെൻറ്ററി അപ്ഡേറ്റ്സ് ലഭിക്കുന്നു, ആസ് വെൽ ആസ് ബെറ്റർ മൊബൈൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു. Then the seventh one, blockchain. Blockchain means it's a secure digital ledger
that record transactions across multiple computers so that no one can change the data. അതായത് ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ലെഡ്ജറാണ് ബ്ലോക്ക് ചെയിൻ. സോ അതിൽ നമുക്ക് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിലെ ഡാറ്റ സേവ് ചെയ്യാൻ പറ്റും. വൺസ് സേവ്ഡ് അത് ആർക്കും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കാം. സോ ഈ റീറ്റെയിൽ മാർക്കറ്റിൽ എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ്റെ ഒരു ഹെൽപ്പ് എന്താണ്? ഇറ്റ് ക്യാൻ മേക്ക് പേയ്മെൻറ്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ് മോർ സെക്യൂർ. കുറച്ചുകൂടി സെക്യൂർ ആയിട്ട് ട്രാൻസാക്ഷൻസ് ഒക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ബ്ലോക്ക് ചെയിൻ്റെ ഒരു പ്രത്യേകത. ഓൾസോ ഇറ്റ് എൻഷുവേഴ്സ് ട്രാൻസ്പാരൻസി ആൻഡ് ഒതൻസിറ്റി. So these are the important tools or technologies supporting the integrated system and networking. And next we are going to learn about EDI. EDI means Electronic Data Interchange. So what is EDI? EDI is a method that retailers use to send electronic communications from business to businesses. അതായത് ഒരു ബിസിനസ് മറ്റൊരു ബിസിനസ്സിലേക്ക് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ EDI എന്ന് പറയുന്നത്. ഇറ്റ് റീപ്ലേസസ് ദ മാനുവൽ പ്രോസസ്സസ് ദാറ്റ് ഒറിജിനലി ടുക്ക് പ്ലേസ് വയ മെയിൽസ്, പോസ്റ്റൽ മെയിൽ, പേപ്പർ ബേസ്ഡ് പർച്ചേസ് ഓർഡർ, ഫാക്സിങ് എക്സെട്ര. അതായത് മാനുവൽ സിസ്റ്റത്തിനൊക്കെ റീപ്ലേസ് ചെയ്യുന്നതാണ് ഈ EDI സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഹൗ ഡസ് EDI വർക്ക്? മെയിൻലി EDIക്ക് 3 സ്റ്റേജസ് ആണ് ഉള്ളത്: പ്രൊക്യൂർമെൻറ്റ്, ഷിപ്പിംഗ്, ഇൻവോയ്സിങ്. ഈ പ്രൊക്യൂർമെൻറ്റിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, പ്രൊക്യൂർമെൻറ്റ് മീൻസ് വാട്ട്? ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് പർച്ചേസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടിപ്പിക്കലി ഫോർ ബിസിനസ് പർപ്പസ്. ബിസിനസ് പർപ്പസിന് വേണ്ടി ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊക്യൂർമെൻറ്റ് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇനീഷ്യലി പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സിലെ റീറ്റെയിൽ ഇൻഡസ്ട്രി EDI യൂസ് ചെയ്തുകൊണ്ട് പർച്ചേസ് ഓർഡർ എക്സ്ചേഞ്ച് ചെയ്യും. പർച്ചേസ് ഓർഡർ കൊടുക്കുമ്പോൾ അവർ പർച്ചേസ് ഓർഡർ എക്നോളജ്മെൻറ്റും കിട്ടും. The buyer or retailer send a purchase order to the supplier and the supplier sends back the purchase order acknowledgement to the buyer or retailer. Retailer and buyer സപ്ലയറിന് ഒരു പർച്ചേസ് ഓർഡർ സെൻഡ് ചെയ്യും. സപ്ലയർ അതിന് എക്നോളജ് ചെയ്തുകൊണ്ടുള്ള പർച്ചേസ് ഓർഡർ എക്നോളജ്മെൻറ്റ് തിരിച്ചും സെൻഡ് ചെയ്യും. അതിനെയാണ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ദ സെക്കൻഡ് വൺ, ഷിപ്പിംഗ്. ഷിപ്പിംഗ് വളരെ ഇമ്പോർട്ടൻറ്റ് റോളുള്ളതാണ് ഒരു റീറ്റെയിൽ സപ്ലൈ ചെയിനിൽ നമുക്കറിയാം. സോ ഈ സ്റ്റേജിൽ സപ്ലയേഴ്സ് ഒരു ASN അഡ്വാൻസ് ഷിപ്പ് നോട്ടീസ് റീറ്റെയിലർ അല്ലെങ്കിൽ ബയറിന് സെൻഡ് ചെയ്യുന്നു. ആൻഡ് ASN ദാറ്റ് ഈസ് അഡ്വാൻസ് ഷിപ്പ് നോട്ടീസ് അതെന്താ അതിലെന്താണെന്നറിയോ? ഇറ്റ് പ്രൊവൈഡ്സ് ദ ബയർ വിത്ത് ഇൻഫോർമേഷൻ ലൈക്ക് വാട്ട് ഈസ് ബീങ് സെൻഡ് ഇൻ ഈച്ച് പാക്കേജ്, വെൻ ഇറ്റ് വിൽ ബി സെൻഡ്, ബൈ ഹൂം ആൻഡ് മോർ. അതായത് ഫസ്റ്റ് പറഞ്ഞു സപ്ലയർ ഷിപ്പിങ്ങിൽ എന്താ ചെയ്യുന്നത്? സപ്ലയർ ASN ബയ്യറിന് സെൻഡ് ചെയ്യുന്നു. ആ ASNൽ എന്താ പറയുന്നത്? എന്താണ് സെൻഡ് ചെയ്യുന്നത്, ആരാണ് സെൻഡ് ചെയ്യുന്നത്, എപ്പോഴാണ് സെൻഡ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ അഡ്വാൻസ് ഷിപ്പ് നോട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആൻഡ് ദ തേർഡ് വൺ, ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻവോയ്സിംഗ് ആണ്. സപ്ലയർ ഒരു EDI ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യും. എന്തിനു വേണ്ടി? ടു റിക്വസ്റ്റ് പേയ്മെൻറ്റ്സ് ഫോർ പ്രോഡക്റ്റ് ഡെലിവേർഡ്. അവർ അയച്ചു കൊടുത്ത പ്രോഡക്ട്സിന് പേയ്മെൻറ്റ് കിട്ടുന്നതിന് വേണ്ടി ഒരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നതാണ് ദ തേർഡ് സ്റ്റേജ്. ആൻഡ് EDI 810 document consists of invoice details like invoice number, date, shipping details, payment terms and item information, etc. അതിൽ ഈ ഇൻവോയ്സ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നതിൽ ആ ഒരു ഷിപ്പ് ചെയ്ത ഏത് പ്രോഡക്റ്റാണോ അതിൻ്റെ എൻ്റർ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. സോ ദീസ് ആർ ദ സ്റ്റേജസ് ഇൻ EDI, വിച്ച് ആർ ദ പ്രൊക്യൂർമെൻറ്റ്, ഷിപ്പിംഗ് ആൻഡ് ഇൻവോയ്സിംഗ്. Then we are going to learn about the importance of EDI. The first advantage, faster communication ആണ്. It helps to reduce errors. We can save cost കാരണം EDI eliminates the need for paper, printing, postage, etc. It improves relationship with partners. അതായത് ട്രാൻസാക്ഷൻസ് വളരെ ഫാസ്റ്ററും ആക്യുറേറ്റും ആക്കുന്നു. സോ റീറ്റെയിലേഴ്സും സപ്ലൈസും തമ്മിലൊരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ഈ EDI ഹെൽപ്പ് ചെയ്യുന്നു. ബെറ്റർ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. സോ ഓവർ സ്റ്റോക്കിങ്ങും അതുപോലെ തന്നെ സ്റ്റോക്ക് ഷോർട്ടേജൊക്കെ അവോയ്ഡ് ചെയ്ത് ഒരു ഒപ്റ്റിമൽ ലെവലിൽ ഇൻവെൻട്രി മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഫാസ്റ്റർ ഓർഡർ പ്രോസസ്സിങ്, ഈസിയർ കംപ്ലയൻസ്. അതായത് ഡാറ്റ എക്സ്ചേഞ്ചിനുള്ള ഓരോ ഇൻഡസ്ട്രിയിലും സ്പെസിഫൈഡ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. അതെല്ലാം
പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്യാൻ ഈ EDI സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഓൾസോ ഓഫേഴ്സ് അമേസിങ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. ദെൻ ദ കോമൺ EDI ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ, പർച്ചേസ് ഓർഡർ. റീറ്റെയിലേഴ്സ് സപ്ലയേഴ്സിന് ഇലക്ട്രോണിക് വേയിൽ പർച്ചേസ് ഓർഡർ സെൻഡ് ചെയ്യും ആൻഡ് പ്രൊവൈഡിങ് ദ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ അബൌട്ട് ദ പ്രോഡക്റ്റ്, ക്വാണ്ടിറ്റീസ്, പ്രൈസിങ് ആൻഡ് ദ ഡെലിവറി റിക്വയർമെൻറ്റ്. ആൻഡ് ദ സെക്കൻഡ് വൺ, ഇൻവോയ്സസ്. ഇൻവോയ്സസ് എന്താ സംഭവം? EDI allows retailers to transmit invoices to suppliers containing the information about the goods or services received, quantities, price, payment terms, etc. അതായത് റീറ്റെയിലേഴ്സ് സപ്ലയേഴ്സിന് ഇൻഫോർമേഷൻ കൊടുക്കുന്നു. അതായത് അവർക്ക് ഏത് ടൈപ്പ് ഗുഡ്സാണ് കിട്ടിയത്, ക്വാണ്ടിറ്റി, പ്രൈസ്, പേയ്മെൻറ്റ് ടേംസ്, അതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻവോയ്സസ് കൊടുക്കുന്നതാണ് ദ സെക്കൻഡ് കോമൺ ആയിട്ട് വരുന്ന EDI ട്രാൻസാക്ഷൻ. ദ തേർഡ് വൺ, ദാറ്റ്സ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ദാറ്റ് ഈസ് അഡ്വാൻസ്ഡ് ഷിപ്പിംഗ് നോട്ടീസ്, ASN. ASN എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞതുള്ളൂ. എന്തിനായിരുന്നു ASN നമ്മൾ കൊടുക്കുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് എ ബയർ വിത്ത് ഇൻഫോർമേഷൻ വാട്ട് ഈസ് ബീങ് സെൻഡ് ഇൻ ഈച്ച് പാക്കേജ്. അതായത് ഓരോ പാക്കേജിൽ എന്താണ് സെൻഡ് ചെയ്യുന്നതെന്നും അത് എത്ര carrier information, shipping method, expected delivery date and the content of the shipment. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളാണ് ASNൽ കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത്. ആൻഡ് ഫൈനലി ദ പ്രോഡക്റ്റ് കാറ്റലോഗ്സ്. പ്രോഡക്റ്റ് കാറ്റലോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഓൾസോ ഫെസിലിറ്റേറ്റ്സ് ദ എക്സ്ചേഞ്ച് ഓഫ് പ്രോഡക്റ്റ് കാറ്റലോഗ്സ് ബിറ്റ്വീൻ ദ റീറ്റെയിലേഴ്സ് ആൻഡ് ദ സപ്ലയേഴ്സ്. അതായത് അവർക്ക് അവൈലബിൾ പ്രോഡക്റ്റിനെ പറ്റി പ്രൈസിങ്, ഡിസ്ക്രിപ്ഷൻ, അങ്ങനെ ആവശ്യമുള്ള ഡീറ്റെയിൽസൊക്കെ ഈസിലി ആക്സസ് ചെയ്യാനായിട്ട് ഈ പ്രോഡക്റ്റ് കാറ്റലോഗ്സും ഹെൽപ്പ് ചെയ്യുന്നു. സോ ദീസ് ആർ ഓൾ അബൌട്ട് EDI. താങ്ക് യു.